ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ അതിർത്തികളിലൊന്നാണ് ദക്ഷിണേഷ്യയിലേത്. ഇവിടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആയുധപ്പുരകൾ തമ്മിലുള്ള മത്സരം പതിറ്റാണ്ടുകളായി തുടരുന്ന ഒന്നാണ്. എന്നാൽ ഈ ബാലൻസ് ഓഫ് പവർ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ ആയുധം പാകിസ്ഥാൻ തങ്ങളുടെ വ്യൂഹത്തിലേക്ക് ചേർത്തിരിക്കുന്നു. ഫത്ത-3 സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ സാങ്കേതിക വിദ്യയുടെ കിരീടമായ ബ്രഹ്മോസിന് ബദലായി പാകിസ്ഥാൻ അവതരിപ്പിക്കുന്ന ഈ മിസൈൽ കേവലം ഒരു തദ്ദേശീയ വികസനമല്ല, മറിച്ച് ആഗോള ഭൗമരാഷ്ട്രീയത്തിലെ നിഴൽ യുദ്ധങ്ങളുടെ ഒരു വലിയ നേർചിത്രമാണ്. ഫത്ത-3 മിസൈലിന്റെ ചരിത്രം. ഫത്ത-3യുടെ ജനനം ഇസ്ലാമാബാദിലല്ല, മറിച്ച് ചൈനയിലാണ്. അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരുടെ നിരീക്ഷണ പ്രകാരം ചൈനീസ് പ്രതിരോധ നിർമ്മാതാക്കളായ ഗ്വാങ്ഡോങ് ഹോണ്ട ബ്ലാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വികസിപ്പിച്ചെടുത്ത HD-1 സൂപ്പർസോണിക് മിസൈലിന്റെ നേരിട്ടുള്ള പുനരവതരണമാണ് ഫത്ത-3. ഗ്വാങ്ഡോങ് ഹോങ്ഡ ബ്ലാസ്റ്റിംഗ് കമ്പനി ദക്ഷിണ ചൈനയിലെ ഗ്വാങ്ഡോങ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗ്യാങ്ഷു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഖനന കമ്പനിയാണ്. ഈ കമ്പനി സ്ഫോടക വസ്തുക്കളും സൈനിക ഉപകരണങ്ങളും നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് HD-1 മിസൈലിന് മുമ്പ് ഈ കമ്പനി മിസൈലുകൾ രൂപകൽപ്പന ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല. ചൈന ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തത് കപ്പലുകളെയും വിമാനവാഹിനികളെയും തകർക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക പ്രതിരോധ വാണിജ്യ ഉൽപ്പന്നമായിട്ടായിരുന്നു. 2018 ഒക്ടോബറിലാണ് ചൈന ഈ നൂതന ശബ്ദാതിവേഗ മിസൈൽ ആദ്യമായി പരീക്ഷണം നടത്തിയത്. HD-1 മിസൈലിന്റെ സൂപ്പർസോണിക് ക്രൂയിസിംഗ് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്ററുകളും അവയുടെ മുൻ നിശ്ചയിച്ചിരുന്ന എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചു എന്നാണ് പ്രസ്തുത കമ്പനി അന്ന് ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത്. മിസൈൽ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണങ്ങൾ മറികടക്കാൻ ചൈനീസ് സാങ്കേതിക വിദ്യയും ഭാഗങ്ങളും പാകിസ്ഥാന് കൈമാറുകയും പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡിന്റെ കീഴിൽ ഇതിനെ ഒരു തദ്ദേശീയ പ്രൊജക്റ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മുൻ തലമുറയിലെ ഫത്ത-1, ഫത്ത-2 എന്നീ ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി റാംജെറ്റ് എന്ന സാങ്കേതിക വിദ്യയിലേക്ക് പാകിസ്ഥാൻ ചുവടുവെക്കുന്നതും ഈ ചൈനീസ് കണക്ഷനിലൂടെയാണ്. എന്താണ് ഫത്ത-3 മിസൈലിനെ മാരകമാക്കുന്നത്? അത് അതിൻ്റെ എഞ്ചിൻ ഘടന തന്നെയാണ് എന്നതാണ് ഉത്തരം. ഫത്ത-3 പ്രവർത്തിക്കുന്നത് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എന്ന സാങ്കേതിക വിദ്യയിലാണ്. മിസൈലിന്റെ വശങ്ങളിലുള്ള 2 വലിയ എയർ ഡക്റ്റുകൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ നേരിട്ട് വലിച്ചെടുത്ത് ഇന്ധനം ജ്വലിപ്പിക്കുന്നു. ഭാരത്തിന്റെ കാര്യത്തിൽ ഇത് ഇന്ത്യയുടെ ബ്രഹ്മോസിനേക്കാൾ പകുതി മാത്രം വലിപ്പമുള്ളതാണ്. 8 വീൽ ഡ്രൈവ് ഉള്ള ഒരു കവചിത ട്രക്കിലാണ് ഈ മിസൈൽ വിന്യസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ വളരെ വേഗത്തിൽ തന്നെ ഇതിന്റെ സ്ഥാനം മാറ്റാൻ സാധിക്കും. ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് വിളിക്കുന്ന ഈ തന്ത്രം യുദ്ധസമയത്ത് വിക്ഷേപണ വാഹനത്തെ ശത്രുവിന്റെ പ്രത്യാക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. പ്രഹരശേഷിയുടെ കാര്യത്തിൽ ഫത്ത-3 വേഗതയും കൃത്യതയും ഒത്തുചേർന്ന ഒന്നാണ്. ശബ്ദത്തിന്റെ 4 ഇരട്ടി വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണിത്. അതായത് വിക്ഷേപിച്ച് മിനിറ്റുകൾക്കകം ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതിനാകും. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിമിന്റെ മിസൈൽ കയറ്റുമതി മാർഗരേഖകൾ ചൈന അംഗീകരിക്കുന്നതിനാൽ ഫത്ത-3യുടെ പ്രഹരശേഷി 290 കിലോമീറ്റർ ആണെന്നാണ് അനുമാനിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഫത്ത-3 മിസൈലിന് 450 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ ഏറ്റവും അപകടകരമായ സവിശേഷത ഇതിന്റെ പറക്കൽ രീതിയാണ്. റഡാറുകളുടെ സിഗ്നലുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഭൂമിയോട് അല്ലെങ്കിൽ സമുദ്രത്തിനോട് വളരെ ചേർന്ന് വെറും 5 മുതൽ 10 മീറ്റർ മാത്രം ഉയരത്തിൽ പറക്കുന്ന സീ സ്കിമ്മിംഗ് എന്ന രീതിയാണ് ഈ മിസൈൽ അവലംബിക്കുന്നത്. 250 കിലോഗ്രാം വരെയുള്ള അത്യാധുനിക പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ ഇതിന് വഹിക്കാൻ സാധിക്കും. ഇന്ത്യക്ക് മുന്നിലെ വെല്ലുവിളികൾ. ഇന്ത്യൻ സുരക്ഷാ തന്ത്രജ്ഞർക്ക് ഫത്ത-3 സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല. ഒന്നാമതായി, വളരെ താഴ്ന്നു പറക്കുന്ന സൂപ്പർസോണിക് മിസൈലുകളെ കണ്ടെത്താൻ ഭൂമിയിലെ റഡാറുകൾക്ക് പരിമിതിയുണ്ട്. റഡാർ പരിധിയിൽ മിസൈൽ തെളിയുമ്പോഴേക്കും പ്രതിരോധിക്കാനുള്ള സമയം വളരെ കുറവായിരിക്കും. രണ്ടാമതായി, 450 കിലോമീറ്റർ പരിധി എന്നതിനർത്ഥം പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യയുടെ വ്യോമതാവളങ്ങളും കമാൻഡ് സെന്ററുകളും ഗുജറാത്ത്, മുംബൈ തീരങ്ങളിലെ നാവികസേന കപ്പലുകളും ഇതിന്റെ പ്രഹര പരിധിയിലാണ് എന്നതാണ്. ചൈനയും പാകിസ്ഥാനും സംയുക്തമായി ഇന്ത്യക്കെതിരെ ഒരു 2 ഫ്രണ്ട് വാർ ഭീഷണി ഉയർത്തുന്നതിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ ആയുധ കൈമാറ്റം. എന്നാൽ ഇന്ത്യ പ്രതിരോധമില്ലാത്ത ഒരു രാജ്യമല്ല. ദക്ഷിണേഷ്യയിലെ ഏറ്റവും അത്യാധുനികമായ
മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് ഗ്രിഡ് ഇന്ത്യക്കുണ്ട്. ഫത്താ-3 പോലെയുള്ള ഏതൊരു വ്യോമ ഭീഷണിയെയും നേരിടാൻ ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന പ്രതിരോധ കോട്ട പ്രധാനമായും 2 തൂണുകളിലാണ് ഉള്ളത്. റഷ്യൻ നിർമ്മിതമായ S-400 ട്രയംഫ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സംവിധാനമാണ്. ഇതിലെ അത്യാധുനിക റഡാറുകൾക്ക് ഫത്താ-3 പോലെയുള്ള മിസൈലുകളെ വിക്ഷേപണ ഘട്ടത്തിൽ തന്നെ കണ്ടെത്താനാകും. 400 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ തകർക്കാനും കഴിവുണ്ട്. രണ്ടാമത്തേത് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് വികസിപ്പിച്ച ബരാക് 8 സംവിധാനമാണ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലെ പ്രധാന കവചമാണ്. താഴ്ന്നു പറന്നു വരുന്ന അഥവാ സീ സ്കിമ്മിംഗ് ചെയ്തു വരുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ കൃത്യമായി തടഞ്ഞ് തകർക്കാൻ ബരാക് 8 മിസൈലുകൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചതുപോലെയാണ് ഇതിന്റെ രൂപകൽപ്പന. ഇതിനു പുറമെ തദ്ദേശീയമായ ആകാശ് പ്രൈം ക്വിക്ക് റിയാക്ഷൻ മിസൈലുകൾ എന്നിവയും അവസാനവട്ട പ്രതിരോധത്തിനായി ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. എങ്കിലും പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യ അലംഭാവം കാണിക്കാൻ പാടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഈ മിസൈൽ വിന്യാസത്തെ നേരിടാൻ ഇന്ത്യ തങ്ങളുടെ സാങ്കേതിക മേധാവിത്വം നിലനിർത്തേണ്ടതുണ്ട്. അതിനായി അതിർത്തിയിലെ ആകാശ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ കൂടുതൽ അവാക്സ് എന്നറിയപ്പെടുന്ന വ്യോമ റഡാർ വിമാനങ്ങൾ വിന്യസിക്കേണ്ടതുണ്ട്. അതിലുമുപരിയായി ഇന്ത്യയുടെ പക്കലുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ഹൈപ്പർസോണിക് പതിപ്പിന്റെ വികസനം വേഗത്തിലാക്കുകയും വേണം. ശബ്ദത്തെക്കാൾ 5 മുതൽ 7 മടങ്ങ് വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ തടുക്കാൻ നിലവിൽ പാകിസ്ഥാന്റെ പക്കൽ യാതൊരു പ്രതിരോധവുമില്ല എന്നതാണ് യാഥാർത്ഥ്യവും. ജിയോ പൊളിറ്റിക്കൽ ചതുരംഗ പലകയിൽ പാകിസ്ഥാൻ എറിഞ്ഞ പുതിയ ഒരു കരു മാത്രമാണ് ഫത്താ-3. അതിനു പിന്നിൽ പ്രവർത്തിച്ച ചൈനയുടെ ലക്ഷ്യം ഇന്ത്യയെ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ എപ്പോഴും തിരക്കിലാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇന്ത്യ ഈ ഭീഷണിയെ കാണുന്നത് തങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതൽ ആധുനികവൽക്കരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ്. അതിർത്തിയിലെ റഡാർ ശൃംഖലകൾ മുതൽ ആകാശത്തെ പ്രതിരോധ മിസൈലുകൾ വരെയും കടലിലെ യുദ്ധക്കപ്പലുകൾ മുതൽ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ വരെയും നീളുന്ന ഇന്ത്യയുടെ പ്രതിരോധ വ്യൂഹം ഇന്ന് അത്രമേൽ ശക്തമാണ്. ചൈനീസ് സാങ്കേതികവിദ്യയുടെ കരുത്തിൽ പാകിസ്ഥാൻ ആകാശത്ത് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അതിനേക്കാൾ ശക്തമായ തദ്ദേശീയ സാങ്കേതിക വിദ്യ കൊണ്ടും തന്ത്രപരമായ വിവേകം കൊണ്ടും ഇന്ത്യ ആ വെല്ലുവിളികളെ നിഷ്പ്രഭമാക്കുന്നു. കാരണം ആധുനിക ഇന്ത്യക്ക് നന്നായി അറിയാം, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തിന് അതിനുള്ള ഏറ്റവും മികച്ച മാർഗം എപ്പോഴും യുദ്ധത്തിന് തയ്യാറായിരിക്കുക എന്നതാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ മത്സരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടെ ഫത്താ-3 വിന്യസിക്കുമ്പോൾ ഇന്ത്യ സ്വന്തം തദ്ദേശീയ കരുത്തിലും അന്താരാഷ്ട്ര കൂട്ടായ്മകളിലും വിശ്വസിച്ച് അതിശക്തമായ പ്രതിരോധത്തിൽ നിൽക്കുന്നു. ദക്ഷിണേഷ്യൻ ആകാശത്ത് ഈ സൂപ്പർസോണിക് ചെസ് കളിയിൽ ഇന്ത്യ എപ്പോഴും ഒരു പടി മുന്നിൽ തന്നെയാണ്.